affordable cost. A premium center for delivery and surgery. Al Hilal Hospital, Muharraq, Kingdom of Bahrain. സർപ്രൈസ് അതെ, അതിശയകരമായ വിലക്കുറവിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ടെക്സ്റ്റൈൽസ് തുടങ്ങിയവയുടെ വൻ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിടക്കുകയാണ്. സർപ്രൈസ് ആൻഡ് എവർ ഫൈൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. ഇന്ന് തന്നെ സന്ദർശിക്കുക സർപ്രൈസ് ആൻഡ് എവർ ഫൈൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. പ്രമുഖ കമ്പനികളുടെ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. സർപ്രൈസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്, മനാമ ആൻഡ് ഹമദ് ടൗൺ. എവർ ഫൈൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്, മനാമ. ബഹ്റിൻ റോഡ് ഷോയിൽ അടുത്തതായി വീട്ടമ്മമാരുടെ ഫേവറേറ്റ് ഷോ കുക്കറി ഷോ. ഇന്നത്തെ കുക്കറി ഷോയിൽ നിങ്ങൾക്കായി നല്ലൊരു വിഭവമായി എത്തിയിരിക്കുന്നത് മിസ്സസ് മോഹിനി തോമസ് ആണ്. വാച്ച് ഇറ്റ്. എല്ലാ ജീവൻ ടി വി പ്രേക്ഷകർക്കും കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഫിഷ് കീമ കട്ട്ലേറ്റ് ആണ്. എല്ലാ വീട്ടമ്മമാർക്കും ബാച്ചിലേഴ്സിനും വളരെ വേഗം ഉണ്ടാക്കാൻ കഴിയുന്ന രുചികരമായ ഒരു സ്നാക്കാണ് ഫിഷ് കട്ട്ലേറ്റ്. ഇത് ദശക്കെട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും പുഴുങ്ങി പൊടിച്ച് മുള്ളില്ലാതെ എടുത്തുണ്ടാക്കാവുന്നതാണ്. പക്ഷേ വളരെ വേഗം ഉണ്ടാക്കുന്നതിനായി ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ടിൻ ഫിഷ് കീമ. ഒരു ടിൻ മീൻ കീമയ്ക്ക് 2 പൊട്ടറ്റോ, 2 സവാള, പിന്നെ 1 സ്പൂൺ ജിഞ്ചർ നൈസായിട്ട് കട്ട് ചെയ്തത്, 1 സ്പൂൺ ഗാർലിക്ക്, 3 ഗ്രീൻ ചില്ലി, ഒരു എഗ്ഗ് എടുത്ത് നല്ലപോലെ അടിച്ച് പതപ്പിച്ചത്, ബ്രെഡ് ക്രംസ്, ഗരം മസാല. ആദ്യമായി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴട്ടിയെടുത്താൽ അത് കൂടുതൽ രുചികരമായിരിക്കും. അതിനായി ഞാൻ ഒരു 2 സ്പൂണ് എണ്ണ, അത് ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഈ എണ്ണ എടുത്ത് ഈ പാനിലേക്ക്, നോൺ സ്റ്റിക്ക് ആകുമ്പം കൂടുതൽ എണ്ണ ആവശ്യമില്ലാത്തതാണ്. അത് കഴിഞ്ഞ് ആദ്യം ഈ ഉള്ളി ഞാൻ നന്നായി വഴട്ടിയെടുക്കുന്നു. ഇതിൻ്റെ ആ വെള്ളം വറ്റിയെടുക്കുന്നതാണ് ആ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഉറപ്പ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഉള്ളിയുടെ വെള്ളം കട്ട്ലേറ്റ് പിന്നീട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ. വളരെ ചെറുതായിട്ട് അത് അരിയണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് കടിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. പിന്നീട് വെളുത്തുള്ളി, പച്ചമുളക്, ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർക്കണം. അത് ഈ മീനിൻ്റെ മണം മാറുന്നതിനും ഒരു മസാലയുടെ ടേസ്റ്റ്. നമ്മൾ ഇന്ത്യൻസ് എപ്പോഴും സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ മീൻ കീമ ഇട്ട് ഒന്ന് കുക്ക് ചെയ്യാണ്. അത് മീൻ കീമ എപ്പോഴും നമ്മൾ ഹാഫ് കുക്ക്ഡാണ് കിട്ടുന്നത്. ഒന്നുകൂടെ ഒന്ന് കുക്കാക്കുന്നു. അപ്പോൾ ഈ മസാലയെല്ലാം അതിലൊന്നും മിക്സ് ആകും. ഒരു നല്ല ഫ്ലേവർ നമുക്കിപ്പോൾ കിട്ടും. അപ്പോൾ ഇതിലേക്ക് 2 പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്യാം. പൊട്ടറ്റോ ഒത്തിരി കൂടിയാലും കട്ട്ലേറ്റിൻ്റെ ഉറപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് മീഡിയം, ഒരു ടിന്ന് ചെറിയ 2 പൊട്ടറ്റോ എടുക്കുക, അല്ല വലിയൊരു പൊട്ടറ്റോ. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് തീ കെടുത്തിയിട്ട് തണുത്തിട്ട് നമുക്കതിൻ്റെ ഷേപ്പിൽ, ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട്ലേറ്റിന് ഉപയോഗിക്കാം. ഇത് ഇപ്പോൾ നന്നായി മിക്സായി കഴിഞ്ഞു. ഇനിയും ഇത് തീ കെടുത്തിയിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞ് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ അത് ശരിയാക്കി ഈ മുട്ട മുക്കി ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം. മിക്സ് ചെയ്ത മീൻ കീമ തണുത്ത് കഴിഞ്ഞു. ഇതിനി നന്നായി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള ആകൃതിയിലും ഇഷ്ടമുള്ള സൈസിലും പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഹൃദയത്തിൻ്റെ, ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഞാനിത് പരത്താൻ പോകുന്നത്. ഇത് ആദ്യം നന്നായി പതിച്ചു വച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കി ഈ ബ്രെഡ് ക്രംസിലേക്കിട്ട് കവർ ചെയ്ത് വീണ്ടും ഒന്നുകൂടി ഷേപ്പ് ചെയ്ത് തയ്യാറാക്കി വെക്കുക. ഞാൻ പാൻ വെച്ച് ചൂടായിരിക്കുകയാണ്. ഇനി ഇവിടെ ഇട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി, എണ്ണ നന്നായി തിളച്ചു. ഈ എണ്ണയിലേക്ക് ഞാൻ ഓരോന്നായിട്ട് വറുത്ത് കോരുകയാണ്. ഇത് ഒരു സൈഡ് മൂക്കുമ്പോൾ തിരിച്ച്
ഇട്ട് കൊടുക്കണം. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കെടുത്ത് ടിഷ്യൂ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ കുറേ ആ ടിഷ്യൂവിലേക്ക് പിടിക്കും. ഇത് ഏകദേശം മൂത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യം ഇട്ടത് കളർ ചേഞ്ച് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇത് മൂത്ത് കഴിഞ്ഞു. ഞാൻ ഈ ടിഷ്യൂ പേപ്പറിലോട്ട് ബാക്കിയുള്ളതും കൂടെ ഞാനിപ്പോൾ വറുത്ത് കോരുകയാണ്. അപ്പോൾ ഫിഷ് കീമ കട്ട്ലേറ്റ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും പരീക്ഷിക്കുക. വളരെ രുചികരമായ ഒരു വിഭവമാണ്. Kshetra, the dream of your glamour.